ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ എൻ്റെ സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കേട്ടോ ഞാൻ കാണിക്കുന്നത്. എൻ്റെ സൺഡേയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, ഞാൻ എന്താ ഫുഡ് കഴിച്ചത്, എന്താ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത്, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഗ്രീൻ പീസ് കറിയും ബ്രെഡുമാണ്. അപ്പോൾ രാവിലെ സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരു മടിയുണ്ടായിരുന്നു കുക്കിങ്ങിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ജയേഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ബ്രെഡ് വാങ്ങിക്കാം, ഞാൻ പുട്ടും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ മടി ജയേഷിന് മനസ്സിലായതുകൊണ്ട് ജയേഷ് പറഞ്ഞ ഒരു കാര്യം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാൽ മതി, ഞാൻ ബ്രെഡ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹാപ്പി. അങ്ങനെ ഞാൻ ജയേഷ് ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സാധാരണ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്, ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് പിറ്റേ ദിവസം കുറച്ച് ഉപ്പും പച്ചമുളകും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കും. കുക്കറിലൊരു 4-5 വിസിൽ ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും. എന്നിട്ട് അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു സവോള, പിന്നെന്താ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു തക്കാളി ഞാൻ എപ്പോഴും ചേർക്കാറില്ല, ഇടയ്ക്ക് മാത്രമേ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കും. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്തിട്ട് വഴറ്റും. ഒത്തിരി അങ്ങ് വഴന്ന് ബ്രൗൺ കളറൊന്നും ആകണ്ട, എന്നാൽ സവോള ഒന്ന് കുറച്ച് വേഗം വേണം. അതായത് സവോള ഇങ്ങനെ കറിയുടെ അകത്ത് കിടക്കുമ്പോൾ കടിക്കാൻ കിട്ടരുത്, ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആകണം. വഴറ്റി ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ, അത്രയും മതി. അല്ലാണ്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ ഒത്തിരി ഇങ്ങനെ ബ്രൗൺ കളറാവുമൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വഴറ്റി ഒന്ന് വേഗമാകുന്ന സമയമാകുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ എടുത്തിട്ട്, ചിലപ്പോൾ അതായത് പൊടിക്കാത്ത മസാല ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ തേങ്ങയുടെ അകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകവും 2-3 ഏലക്ക, 2-3 കറുവാപ്പട്ട, പിന്നെ കറുവാപ്പട്ടയുടെ ചെറിയൊരു പീസ്, പിന്നെ 2-3 ഗ്രാമ്പൂ, അത്രയും കാര്യങ്ങളും കൂടി ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരയ്ക്കുന്നത്. തേങ്ങ അരച്ച് ആ അരപ്പ് ഗ്രീൻ പീസ് കറിയിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത്. അതല്ല, അപ്പോൾ കുറച്ചും കൂടെ ഒരു കൊഴുപ്പ്, അതായത് തേങ്ങയായിട്ട് അരച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കൊഴുപ്പ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാൽ മാത്രമാണ് ഒഴിക്കുന്നതെങ്കിൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ മിക്കപ്പോഴും തേങ്ങയായിട്ട് തന്നെ അരച്ച് ചേർക്കുന്നത്. തേങ്ങാപ്പാലായിട്ട് ഇടയ്ക്കൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാൽ എടുത്തിട്ട് തേങ്ങ കളയാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല. അതാണ് മെയിൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് തേങ്ങയാണ് എടുക്കുന്നതെങ്കിലും അത് തേങ്ങയായിട്ട് തന്നെ അരച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കാറ്. അല്ലാണ്ട് പാലായിട്ട് ചേർക്കൽ കുറവാണ്, തേങ്ങയായിട്ട് തന്നെ ചേർക്കും. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കറി ഇങ്ങനെ കുറുകിയിരിക്കുകയും ചെയ്യും. പിന്നെ അതുമാത്രമല്ല, വീട്ടിലിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന സാധനം തന്നെ വൈകുന്നേരം ഞങ്ങൾ കാപ്പി കുടിക്കുമ്പോഴും കഴിക്കാറുണ്ട്. അതായത് രാവിലെ ഉണ്ടാക്കുന്ന കാപ്പി മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരവും നമ്മൾ 4 മണി, ഒരു 4-4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാപ്പി കുടിക്കുമല്ലോ. അപ്പോൾ ആ കാപ്പി കുടിക്കുന്ന സമയത്തും രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ആ സാധനമാണെങ്കിൽ ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടിയാലും വേസ്റ്റായി പോകുമെന്നുള്ള ടെൻഷനില്ല, അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീർന്നോളും. പിന്നെ ഞാൻ ബ്രെഡ് വാങ്ങിച്ചിട്ട്, ഇവിടെ ബ്രെഡ് എനിക്കും ജയേഷിനും അച്ഛനും വലിയ കുഴപ്പമില്ല, ആദിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്രെഡ് വാങ്ങിച്ചിട്ട് ഒന്നുകൂടെ ആവി കയറ്റുമ്പോഴത്തേക്കും ബ്രെഡ് കുറച്ചും കൂടെ സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊച്ച് കഴിക്കും. അപ്പോൾ ഞാൻ അതാണ് അപ്പുറത്ത് ഗ്രീൻ പീസ് കറി, ഇപ്പുറത്ത് ബ്രെഡ് ആവി കയറ്റാനും കൂടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവി കയറി കഴിയുമ്പോഴത്തേക്ക് ബ്രെഡ് ഭയങ്കരമായിട്ടും സോഫ്റ്റ് ആവും. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ലതാണ്. അതായത് നമ്മൾ സാധാരണ 3 ബ്രെഡൊക്കെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ചിക്കൻ സ്റ്റൂവോ ബീഫ് സ്റ്റൂവോ ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബ്രെഡ് കഴിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു 2-3 ബ്രെഡല്ലേ കഴിക്കത്തുള്ളൂ. പക്ഷേ ഇതൊന്ന് ആവി കയറ്റി നിങ്ങൾ കഴിച്ച് നോക്കിയേ, ഒരു 4-5 ഒക്കെ നമ്മൾ അറിയാതെ കഴിച്ചു നോക്കുക. അറിയാമെന്ന് വെച്ചാൽ ഇത്
അത്ര സോഫ്റ്റ് ആയിരിക്കും, നമ്മുടെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പാലൊന്ന് കുറച്ചുകൊണ്ട് വരിക. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വെയിറ്റ് വയ്ക്കുന്നുണ്ട് നന്നായിട്ട്. എല്ലാവരും സത്യം പറഞ്ഞാൽ അച്ഛനും ആദ്യമല്ലാതെ ഞാനും ജയേഷും ഓവർ വെയ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡെയിലി പാൽ ഇപ്പോൾ കുടിക്കുന്നില്ല. പാൽ മീൻസ് ചായ കുടിക്കുന്നില്ല. പാലായിട്ട് അങ്ങനെ ആരും കുടിക്കാറില്ല, കൊച്ചു മാത്രമേ കുടിക്കാറുള്ളൂ. അല്ലാതെ നേരത്തെ എന്ന് പറഞ്ഞാൽ 2 നേരവും ചായ തന്നെ കുടിച്ചുകൊണ്ടിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചായ കുടിക്കുന്നത്, അതുപോലെ തന്നെ വൈകുന്നേരവും ചായ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ഒന്ന് നിർത്തി രാവിലെയും വൈകുന്നേരവും ചായക്ക് പകരം കാപ്പിയാക്കി. ചിലപ്പോൾ കാപ്പിയുടെ അകത്ത് ചെറുതായിട്ട് പഞ്ചസാര ഇടും. നമുക്കിങ്ങനെ ചില ദിവസം എന്താണെന്നറിയത്തില്ല, ചില ദിവസം ഓക്കെയാണ് ഞാൻ കട്ടൻ കാപ്പി ആണെങ്കിലും മധുരമില്ലാതെ കുടിക്കാൻ ഓക്കെയാണ്. പക്ഷേ ചില ദിവസം എന്തോ അങ്ങനെ മധുരമില്ലാതെ കുടിക്കാനേ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും ചെറുതായിട്ട് പഞ്ചസാര ഇട്ട് കുടിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പാല് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലാവിഷാക്കാമെന്ന് വിചാരിച്ചു. ലാവിഷാക്കാന്നല്ല, എല്ലാ ദിവസത്തെയും പോലെ അല്ലാതെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും കട്ടൻ കാപ്പിയല്ല, അപ്പോൾ ഇന്ന് ഒരു ചായ വെക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമല്ലോ, അത്ര ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ചു. ചായ വയ്ക്കാൻ നേരം എനിക്ക് ചായയുടെ അകത്ത് ഏലക്കയൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. ഏലക്ക അല്ലെങ്കിൽ ഇഞ്ചി അതൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ആദിക്ക്, അതായത് കൊച്ചിന് അതൊന്നും ഇഷ്ടമല്ല. അവന് സാധാ തേയിലയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ടുള്ള ചായ ഇഷ്ടം. അപ്പോൾ പിന്നെ രണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഏലക്ക ഇട്ട് ഒരു ചായ വെക്കണം, അവന് അല്ലാതെയും വെക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ വെക്കാൻ പിന്നെ മടിയായി. 2 പ്രാവശ്യമായിട്ട് ചായ വെക്കണ്ടേ, എനിക്കാണ് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ അങ്ങനെ മടിയായതുകൊണ്ട് ഞാൻ ഒറ്റ ചായ തന്നെ സാധാരണ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ തേയിലയും പഞ്ചസാരയും മാത്രം ഇട്ട് ചായ വെച്ചു. ചായ വെച്ചിട്ട് പിന്നെ പിന്നെ ചായ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ അവിടേക്കൊന്ന് തുടച്ചു. കാര്യം എണ്ണയൊക്കെ സവോള വഴറ്റിയപ്പോഴൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ അങ്ങ് തൂത്തുപോയി. അല്ലെ പിന്നെ അതവിടെ കിടന്നിങ്ങനെ പിന്നെ എന്തെങ്കിലും പൊടിയൊക്കെ പിടിച്ചത് വൃത്തികളെ കിടക്കും. അതുകൊണ്ട് അതപ്പോൾ തന്നെ തുടച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും ആ തുടച്ച സമയം കൊണ്ട് തന്നെ പാല് തിളച്ച് ചായ ആയിക്കഴിഞ്ഞ് പിന്നെ ചായ അത് അരിച്ച് ഇവിടെ വീട്ടിൽ ഒത്തിരി കടുപ്പം വേണ്ട, ആർക്കും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ചായ താല്പര്യമില്ല. എല്ലാവർക്കും ഒരു മീഡിയം ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു ലൈറ്റായിട്ടുള്ള കടുപ്പം മതി ഇവിടെ എല്ലാവർക്കും. ഒത്തിരി കടുപ്പമുള്ള ചായ ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചായക്ക് അധികം നിറം ഉണ്ടാകത്തില്ല. എന്നാൽ പാലായിട്ടും ഇഷ്ടമല്ല, പാലിൻ്റെ ഒരു ടേസ്റ്റ് മാറി എന്നാൽ ചായയുടെ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിലാണ് ഇവിടെ ചായ വയ്ക്കുന്നത്. അതായത് ഞാൻ പറയാൻ മനസ്സിലായോ? ഇവിടെ നല്ല കടുപ്പമുള്ള ചായ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഒരു ചെറിയ കടുപ്പം, അതായത് മീഡിയം കടുപ്പമുള്ള ചായയാണ് എല്ലാവർക്കും ഇഷ്ടം. കുഞ്ഞിനാണെങ്കിലും ജയേഷിനാണെങ്കിലും അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനത്തെ ഒരു കടുപ്പമുള്ള ചായ ഇഷ്ടം. ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിച്ച് കഴിയുമ്പോൾ ഒരു മത്തടിച്ച പോലത്തെ ഒരു ഫീല് വരും. അതായത് മത്തടിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ലഡു കഴിച്ചാൽ ഓക്കെ, അതായത് ഒരു 3 ലഡുവൊക്കെ ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മത്തടിച്ചൊരവസ്ഥ വരത്തില്ലേ, എന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു മത്തടിച്ച പോലെ വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ലൈറ്റായിട്ടുള്ള ചായ കുടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പാത്തു വന്നു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ആരാന്ന്. ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേക്ക് പോയെന്ന് പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടില്ലായിരുന്നു. ബർത്ത്ഡേക്ക് പോയ ബർത്ത്ഡേ ഗേളാണ് ഇപ്പോൾ എൻ്റെ മടിയിലിരുന്നത്. അണ്ണൻ്റെ കൂടെ വെറുതെ വന്നതാണ്. സൺഡേ ആയതുകൊണ്ട് അവർ ചുമ്മാ ഒരു കറക്കമൊക്കെ കറങ്ങി വന്നപ്പോൾ വീട്ടിൽ കയറിയതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാപ്പിയൊക്കെ കുടിച്ചു, ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ആദ്യം എഴുന്നേറ്റിട്ടില്ല, സൺഡേ ആയതുകൊണ്ട് ആദ്യം എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അച്ഛന് ഞങ്ങൾ കാപ്പി നേരത്തെ കൊടുത്തു. അച്ഛന് ഒരു 9:30 ആ സമയപ്പോൾ തന്നെ കാപ്പി കൊടുത്തായിരുന്നു. ഞങ്ങളൊരു 10:15 ആയ സമയത്താണ് കാപ്പി കുടിച്ചത്. അപ്പോൾ അച്ഛന് ഷുഗറിൻ്റെ ടാബ്ലറ്റും പ്രഷറിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് അച്ഛന് മരുന്ന് നേരത്തെ കൊടുത്തു. മരുന്നല്ല, കാപ്പി അച്ഛന് നേരത്തെ കൊടുത്തു.
ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് സാവധാനമാണ് കാപ്പി കുടിച്ചത്. പിന്നെ ഞങ്ങൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് മീൻ മേടിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആദ്യമേ ഞങ്ങൾ അർത്തുങ്കൽ പോയി മീൻ മേടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് അർത്തുങ്കലിൽ ഫ്രഷ് ആയിട്ടുള്ള മീൻ കാണത്തില്ല. കാരണം ഞായറാഴ്ച വള്ളത്തിൽ പോകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മീൻ ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചെന്നാൽ ചേർത്തല മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ ചേർത്തലയ്ക്ക് പോവാം. ചേർത്തലയിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ചേർത്തലയിൽ പോയിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. ഈ ഞങ്ങൾ സന്തോഷിച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ, ഓ നമ്മൾ ചേർത്തലയിൽ പോകുന്നത് തന്നെ ഫ്രഷ് മീൻ മേടിക്കാനാണ്, അപ്പോൾ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചിരിച്ച് കളിച്ച് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ അറവാട് അമ്പലം കേട്ടോ. ഈ അമ്പലത്തിൽ ഞങ്ങൾ എപ്പോഴും പോകാറ്. അങ്ങനെ ചേർത്തല മാർക്കറ്റിലെത്തിയപ്പോൾ പൊതുവേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി മീനുണ്ടാകും. പക്ഷേ എന്തോ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, മീനൊന്നും ഇല്ലായിരുന്നു. എല്ലാം കായലിലെ മീനായിരുന്നു. അതും എല്ലാം ഐസിട്ട മീനായിരുന്നു. അതായത് ഫ്രഷ് അല്ല. കാര്യം ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ അവിടെ എപ്പോഴും വെള്ളത്തിലിട്ടേക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ജീവനുണ്ടെന്ന്. ഇതിങ്ങനെ അനങ്ങി കളിക്കുമല്ലോ ജീവനുള്ളപ്പോൾ. ഇതെല്ലാം ഐസ് ഇട്ടിരിക്കുന്ന മീനായതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നാൽ ഇന്ന് പച്ചക്കറി ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പക്ഷിപ്പനിയാണെന്നൊക്കെ ഇങ്ങനെ കേട്ടത് കൊണ്ടൊരു ടെൻഷൻ. അതുകൊണ്ട് പിന്നെ ചിക്കൻ എന്നുള്ള മാറ്റി പിന്നെ ഞങ്ങൾ പച്ചക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മോര് കാച്ചിയതും ചെറുപയർ തോരനുമാണ്. അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ അച്ഛൻ പപ്പരങ്ങ തന്നു വിട്ടെന്ന്. അതായത് കുഴ വെച്ചത് എൻ്റെ ബാക്കി കുറച്ച് പപ്പരങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞെന്നാൽ പപ്പരങ്ങയിട്ട് മോര് കാച്ചാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെന്നാൽ പപ്പരങ്ങയിട്ട് മോര് കാച്ചാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പപ്പരങ്ങയിട്ട് മോര് കാച്ചിയതും ചെറുപയർ തോരനും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചോറടച്ചിട്ടു. ചോറ് ഞാൻ ഇപ്പോൾ ജയ അരി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വേവാൻ നല്ല താമസമായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി തന്നെ ചോറ് തിളപ്പിച്ച് വയ്ക്കും പിറ്റേ ദിവസത്തേക്ക്. സാധാരണ ഞാൻ എനിക്ക് കോളേജിൽ പോകേണ്ട ദിവസം മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. തലേന്ന് ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ എനിക്ക് പിറ്റേ ദിവസം രാവിലെ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണല്ലോ. ഇപ്പോൾ പക്ഷേ ഞാൻ അങ്ങനെയല്ല. കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിലും ഞാൻ രാത്രി തന്നെ തിളപ്പിച്ച് ഇറക്കി വയ്ക്കും. അപ്പോൾ എനിക്ക് എന്തോ ചോറ് വെക്കുക എന്നുള്ള ജോലി കുറഞ്ഞതുപോലെ എനിക്ക് തോന്നാറുണ്ട്. മറ്റേ നമ്മൾ കാപ്പിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോഴാണ് ഓർക്കുന്നത് അയ്യോ അരി ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അരിക്ക് ഭയങ്കര വേവല്ലേ. ഒരു 2-2.5 മണിക്കൂറോളം അത് വേവിച്ചാലേ അത് വേഗത്തുള്ളൂ. പക്ഷേ ഇത് നമ്മളൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നും. രാത്രി നമ്മൾ ചോറ് തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ ഒന്നുകൂടെ തിളപ്പിച്ചൊന്ന് അടച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയും. ഞാനിപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും റൈസ് കുക്കറൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാ വീടുകളിലും റൈസ് കുക്കറുണ്ട്. റൈസ് കുക്കർ ഇല്ലാത്ത വീടുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്കും ജോലിയൊക്കെ വേഗം തീരുന്ന പോലെ തോന്നും. പിന്നെ പപ്പരങ്ങ വെച്ച് ഞാൻ മോര് കാച്ചാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പപ്പരങ്ങ വെച്ച് മോര് കാച്ചുന്നത്. പൈനാപ്പിൾ വെച്ച് മോര് കാച്ചിട്ടുണ്ട്, പിന്നെ ഏത്തപ്പഴം വെച്ച് മോര് കാച്ചിട്ടുണ്ട്, തക്കാളി വെച്ച് മോര് കാച്ചിട്ടുണ്ട്, പിന്നെ മാങ്ങ വെച്ച് മോര് കാച്ചിയെന്ന് പറയാൻ പറ്റത്തില്ല. മാങ്ങ വെച്ച് നമ്മൾ കറി വെക്കുമ്പോൾ അത് മാമ്പഴ പുളിശ്ശേരിയാണല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഞാൻ സാധാരണ മോര് കാച്ചിട്ടുള്ളത്. അച്ഛനാണ് പറഞ്ഞത് ഇങ്ങനെ പപ്പരങ്ങ വെച്ചും മോര് കാച്ചുമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് ഓർത്ത് പപ്പരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. കുക്കറിലല്ല, അല്ലാണ്ട് സാധാ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന പോലെ തന്നെ കുക്കറിലല്ലാണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. കുറച്ച് ഉപ്പും ഇതും ഇങ്ങനെ ചെറുതായിട്ട്, ഒത്തിരി ചെറുതായിട്ടല്ല, നമ്മൾ മോര് കാച്ചുമ്പോൾ എപ്പോഴും കഷ്ണം കുറച്ച് വലുതായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇളവങ്ക ഇട്ടാണെങ്കിലും വെള്ളവങ്ക അല്ലാണ്ട് നമ്മൾ വേറെ സാധനം ഇടുമല്ലോ, അതിൻ്റെ പേര് വെള്ളരിക്ക ഇട്ട് മോര് കാച്ചുമ്പോഴാണെങ്കിലും നമ്മളെ കുറച്ച് വലുതാക്കിയല്ലേ ഇടുന്നത് മോര് കാച്ചും ഇടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് വലുതാക്കിയാണ് പപ്പരങ്ങ അരിഞ്ഞത്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പപ്പരങ്ങ അരിഞ്ഞത്. പിന്നെ പപ്പരങ്ങയുടെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടി മൂടി വെച്ചു. പിന്നെ അതവിടെ നിന്ന് വെന്തോളുമല്ലോ. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും, തിളക്കുന്നവരെ ഫുൾ ഫ്ലെയിമിലും, ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലും ഇട്ട് വേവിക്കുക. പിന്നെ സാധാരണ മോര് കറിക്ക് അരക്കുന്ന പോലെ തന്നെ തേങ്ങയും നല്ല ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടി ഇട്ട് ചേർത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുപയർ തോരനും ഉണ്ടാക്കി. അതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ പള്ളിയിലും പോയി ബീച്ചിലും പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.